ഗൈസ് നമ്മൾ അമ്മൂസ് ഒരു വണ്ടി എടുക്കാൻ പോകുന്നു ഗൈസ്. വണ്ടി സെലക്ട് ചെയ്തിട്ടുണ്ട്. ഫസീനയാണ്, ഈ റെഡ് കളർ ഫസീനയാണ് എടുക്കാൻ പോകുന്നത്. അങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുകയാണ്. പക്ഷെ ഇന്ന് വണ്ടി കിട്ടില്ല എന്ന് അറിഞ്ഞ് എൻ്റെ വിഷമത്തിലാണ് നിൽക്കുന്നത്. അവൾക്ക് ഇന്ന് തന്നെ വണ്ടി കൊണ്ട് പോകണമെന്നാണ് പറയണത്. കൊള്ളാം ഗൈസ്, സൂപ്പർ വണ്ടി. നല്ല മുട്ടായി പോലെ ആയിരിക്കും. കൊള്ളാല്ലേ? ഇതിലാണ് ഞാൻ കറങ്ങാൻ പോകുന്നത്. നല്ല മൈലേജ് ഉണ്ടാവും. ഇതിൻ്റെ മൈലേജ് ചിലപ്പോൾ കുറവാണ് ഇതിനെ അപേക്ഷിച്ച്. അപ്പോൾ ഇനി ഫുള്ള് ട്രിപ്പ് ഇതിലായിരിക്കും. ഗായ്സാണ് നമ്മൾ വണ്ടിയൊക്കെ ബുക്ക് ചെയ്തിട്ട് അമ്മൂസിൻ്റെ ചിലവുണ്ടെന്നും പറഞ്ഞ് ഇവിടെ ഒരു ജ്യൂസറെ കൊണ്ട് കയറ്റിയിരുത്തി. 2 ചോക്ലേറ്റ് ഷാർജയും പറഞ്ഞ് നോർമൽ 2 എന്തിനു പറഞ്ഞ് ഷവർമ അത് രണ്ടും പറഞ്ഞു. അവളുടെ ചിലവാണ് എൻ്റെ ഇരിക്കണം. അവൾ കറുത്തിരിക്കണം. ഇതാണ് ഒറിജിനൽ കളർ. നല്ല സൂപ്പറായിട്ട് വീഡിയോ എടുക്കാൻ ഐഫോൺ വാങ്ങിച്ചു. പക്ഷെ വീഡിയോ എടുക്കാൻ അറിഞ്ഞൂടാ. വീഡിയോ എടുക്കാൻ അറിഞ്ഞിടത്തൊന്നുമല്ല, അത് ഒറിജിനൽ കളറെ ഇത് കാണിച്ചു തരുള്ളൂ. അല്ലാതെ സാധാ ഫോണിനെ പോലെ ഫിൽറ്റർ ഇട്ട് വെളുപ്പിച്ചെന്ന് കാണിച്ചു കിടിലായിട്ട് വീഡിയോ എടുക്കണോണ്ടാണ് നമ്മൾ വാങ്ങിച്ചത്. പക്ഷെ നമുക്ക് എടുക്കാൻ അറിഞ്ഞിട്ടുണ്ട്. നമ്മൾ കറുത്ത് തന്നെ ഇരിക്കണം. ഇതാണ് ഒറിജിനൽ കളർ. ഗൈസ് നിങ്ങൾക്ക് ഫസിനെ കുറിച്ചുള്ള അഭിപ്രായം? നമുക്ക് തോന്നുന്നു താറാവിന്റെ മൂലം തന്നെ. അത് കുറേ കമൻറ്റ് കണ്ടായിരുന്നു ഗൈസ്. അതിൻ്റെ ബാക്ക് കാണാൻ താറാവിൻ്റെ ബാക്ക് പോലെ തള്ളിയിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു. ആ ഒരു കമൻറ്റ് കണ്ടതോടെ ഫസീന വേണ്ടാന്നുള്ള ഒരു ഇതിൽ നിൽക്കുകയായിരുന്നു. മുസ്ലിം താല്പര്യം ഉണ്ടായിരുന്ന ഇതായിരുന്നു. ഇതിൻ്റെ പേര് വെസ്റ്റ് ആയിരുന്നു താല്പര്യം. പക്ഷേ മൈലേജ് ഇഷ്യൂ അങ്ങനെ ഓരോ കംപ്ലൈൻറ്റുകളാണ് ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇലക്ട്രിക് വാങ്ങാൻ പ്ലാൻ ഉണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങാൻ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. ഓല ഇതൊക്കെ ചേരില്ല ഗൈസ്. ഏതർ കുറേ പേരുടെ റെക്കമെൻഡ് ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതർ നല്ലതാണ്, നല്ല പവറുണ്ടെന്നൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷേ ഏതറും ചേരില്ല. കാരണം വെച്ചാൽ നല്ല ഉണക്ക സ്ലിം വണ്ടിയാണ്. അപ്പം അതിൻ്റെ കൂടെ നടക്കില്ല നമ്മുടെ സാധനം. ഗൈസ് ഗൈസ് കണ്ടുകൊണ്ടിരിക്കാൻ വഴി ഞാൻ എന്തായാലും കഴിച്ചിട്ട് വരാം. ബാക്കി കഴിച്ചതിന് ശേഷം കാണിച്ചു തരാം ഗൈസ്. ഗൈസ് അങ്ങനെ നമ്മൾ ഷവർമയും ഷാർജയെ കുടിച്ച് ഇറങ്ങി. അമ്മൂസിന് 8ന്റെ ക്ലാസ് ഉണ്ട്. ഡ്രൈവിംഗ് സ്കൂളിൻ്റെ 8H പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അമ്മൂസിന് ലൈസൻസിൻ്റെ ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ പ്രാക്ടീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ നേരെ ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്ന ഗ്രൗണ്ടിലാണ് വന്നത്. അപ്പോൾ നമ്മൾ അമ്മൂസ് 8 എടുക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഇതാ പോവുകയാണ്. പോയി
Several days later. ഗൈസ് അങ്ങനെ നമ്മള് ബസ്സിൽ നിന്ന് ഇറങ്ങി ഷോറൂമിലോട്ട് നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നല്ല വെയിലുണ്ട് ഗൈസ്. മാക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ ഷോറൂം എത്താറായി. ഗൈസ് ബസ്സിൽ നിന്ന് ഇറങ്ങി വന്ന സമയത്ത് എൻ്റെ കൂടെ ഒരുമിച്ച് വന്നതായിരുന്നു. ഷോറൂം എത്താറായപ്പോൾ എൻ്റെ ഫ്രണ്ടേ ഓടിപ്പോവുകയാണ് ഗൈസ്. ഗൈസ് അങ്ങനെ നമ്മൾ ഷോറൂമിൻ്റെ ഫ്രണ്ടിൽ എത്താറായി. കാണിച്ചു തരാം ഗൈസ്. ഇതാണ് ഷോറൂം. നമ്മൾ അഭിരാമി ഹോട്ടലിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മുടെ ഈ ഷോറൂം വരുന്നത്. ഗൈസ് അങ്ങനെ ഷോറൂമിലെത്തി. എന്താ സൈനൊക്കെ ചെയ്ത് കൊടുത്ത് ഇൻഷുറൻസിൻ്റെയും ടാക്സിൻ്റെ ഒക്കെ പേപ്പറൊക്കെ കൈ കൊടുത്തു. അതെന്തോ പോലും അറിഞ്ഞുകൂടാതെ വാങ്ങിച്ചു വെച്ചോണ്ടിരിക്കുകയാണ്. അങ്ങനെ ഹെൽമെറ്റ് കിട്ടി സന്തോഷത്തിൽ ഇരിക്കുകയാണ്. ഹെൽമെറ്റ് ചുവപ്പ് കളർ കിട്ടിയിരുന്നെങ്കിൽ കുറച്ചും കൂടെ സന്തോഷം. എന്നുവെച്ചാൽ ചുവന്ന കളറല്ലേ നമുക്ക് വണ്ടി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കളറിനാണ് നോക്കിയത്. പക്ഷെ ബ്ലാക്കേ ഉണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞു 150 രൂപയ്ക്ക് പെയിൻറ്റ് അടിച്ചു കൊടുക്കാം. സ്പ്രേ പെയിൻറ്റ് കിട്ടി കഴിഞ്ഞാൽ അത് അടിച്ചു കൊടുക്കാൻ പറഞ്ഞു. ഇങ്ങനെ പറ്റില്ല. അപ്പോൾ വണ്ടി ഇപ്പോൾ വരും. വണ്ടി എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. വണ്ടി കാണിച്ചു പോയിട്ട് വന്നേ. വണ്ടി വരും. ഇല്ല ജസ്റ്റ് വണ്ടി ഇത്രയും രൂപ. ഈ വണ്ടി സ്റ്റാർട്ട് ഓണാക്കിയതാ. താക്കൽ ഓണാക്കിയതാ. ഇങ്ങനെ തന്നെ പഠിക്കണം. സ്റ്റാൻഡ് സ്റ്റാർട്ട് ആവില്ല. കയറി സ്റ്റാർട്ട് ഇല്ല. സ്റ്റാർട്ട് ചെയ്ത് വാ അങ്ങനെ ഞാൻ ജീവൻ പണയം വെച്ച് കയറാൻ പോവുകയാണ്. അപ്പൂസിന് വണ്ടി കിട്ടി.